ഇപ്പോഴത്തെ സിസ്റ്റത്തിൽ എൻ്റെ ഒരു പ്രഡിക്ഷനിൽ ഒരു 5 വർഷത്തിനപ്പുറം കുട്ടികൾ സ്കൂളിൽ പോകാൻ മനസ്സ് കാണിക്കില്ല. BEd ഡിഗ്രി കൊണ്ടിട്ട് ഏത് തൊട്ടിച്ചാടിക്കും വന്നിട്ട് അധ്യാപകനാകുന്നൊരു സിസ്റ്റത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് മനസ്സിലായില്ലേ? കാശ് കൊടുത്തു കഴിഞ്ഞാൽ ഏത് വ്യക്തിക്കും അധ്യാപകനാകാം. ഈ കമ്പനിയിൽ ഇത്രയും വ്യത്യസ്തമായ നമ്മൾ ആൾക്കാരെ ട്രീറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇപ്പം ഞാൻ സോഷ്യൽ മീഡിയയിലാണ് ഇത് കണ്ടത്. അതായത് കമ്പനി സ്റ്റാഫ് തന്നെ പലരും ലേഡീസ്, എസ്പെഷ്യലി ലേഡീസ്, അവർക്ക് കൊടുക്കുന്ന ഫെസിലിറ്റീസിനെ കുറിച്ച് അത് ശരിക്കും പറഞ്ഞാൽ എങ്ങനെ അങ്ങനെ കൊടുക്കാൻ കഴിയുന്നു? അത് എങ്ങനെയാണ് അത് അത്രയും? അല്ല, ഞങ്ങൾ ഇപ്പം ഞാൻ പറയാം, ഇപ്പം ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നത് അത് ഇപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റും ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ. പക്ഷേ അത് എൻഡ് ഓഫ് ദി ഡേ നിങ്ങളുടെ ക്ലയൻറ്റിൻ്റെ പുറത്തായിരിക്കും ഇത് വന്ന് വീഴുന്നത്. മറ്റേ അമേരിക്കയിൽ ട്രംപ് ടാക്സ് കൂട്ടിക്കഴിഞ്ഞാൽ കൊടുക്കേണ്ടത് സാധാരണ ജനമെന്ന് പറഞ്ഞ പോലെയാണ്. നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത ഫീച്ചേഴ്സ് കൂട്ടിക്കഴിഞ്ഞാൽ എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾക്കൊരു സിസ്റ്റം ഇല്ല എന്നുണ്ടെങ്കിൽ അത് എൻഡ് ഓഫ് ദി ഡേ ക്ലയൻറ്റ് കാര്യം പ്രോഫിറ്റ് നിങ്ങൾ ഫിക്സ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് സർവീസ് ചാർജ് അപ്പോൾ നിങ്ങളുടെ താരിഫ് അതനുസരിച്ചിട്ട് കൂടും. അപ്പം ഞങ്ങളത് അനുസരിച്ച് ചെയ്തതെന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു 10-20 വർഷത്തിന് മുമ്പാണ് ഞങ്ങൾ പേരൻറ്റ് പെൻഷൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് കൊണ്ടുവരും. അന്ന് അനൗൺസ് ചെയ്യുമ്പോഴത്തേക്ക് ഓക്കെ ഒരു പുതിയ കൺസെപ്റ്റാണ്, ആ കൺസെപ്റ്റ് ഉള്ള എല്ലാവരും അഗ്രി ചെയ്തു. പക്ഷേ ഫണ്ട് എവിടെ? അപ്പോൾ അന്ന് എടുത്ത് നമ്മൾ തീരുമാനമാണ്. ഞാൻ പറഞ്ഞു, ഞാനടക്കം ഡയറക്ടേഴ്സ് ആരും നമ്മുടെ കമ്പനിയിൽ ആരും ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നില്ല. അപ്പം ഒരു MD ലെവൽ ഡയറക്ടേഴ്സിനൊക്കെ ഏത് കമ്പനിക്കും ബിസിനസ് ക്ലാസ്സിൽ പോകാനുള്ളത് ബഡ്ജറ്റ് ചെയ്യാം. നമ്മളാരും പോകുന്നില്ല. അപ്പം ആ ബഡ്ജറ്റ് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ദാറ്റ് ഈസ് ഇനഫ് ടു സ്റ്റാർട്ട് വിത്ത്. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ഒഫീഷ്യൽ ട്രിപ്പിനകത്ത് ഇന്ന് വരെ ബിസിനസ് ക്ലാസ്സിന് ക്ലെയിം ചെയ്തില്ല. അൺലെസ് ചില ദിവസം നൈറ്റ് എനിക്ക് ഇവിടുന്ന് ട്രാവൽ ചെയ്ത് പോയിട്ട് രാവിലെ തന്നെ ഒരു കിടന്ന് ഉറങ്ങിയിട്ട് പോയാലേ എനിക്ക് അവിടെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് പോയിന്റ്സ് ഉണ്ടാവും. അത് വെച്ച് കൺവേർട്ട് ചെയ്ത് പോകുന്നല്ലാതെ കമ്പനിക്കൊരു ലയബിലിറ്റി വരുത്തിയിട്ടില്ല. അങ്ങനെ റെയറായിട്ട് ചില കേസിൽ ചില പോയിന്റ് തികയാതെ വരുന്ന സമയത്ത് അവരെടുത്ത് തരും. രാത്രി ഉറങ്ങിയിട്ട് രാവിലെ അറ്റൻഡ് ചെയ്യണം. അല്ലെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല ബജറ്റ് എയർലൈൻസ് ഓഫീസ് കാര്യത്തിൽ പോകുന്നതിന്. കാര്യം ആ സേവിങ്സ് കൊണ്ട് നമ്മൾ ചെയ്യുന്നൊരു വലിയ പ്രവർത്തനമല്ലേ. തീർച്ചയായിട്ടും പേരൻസിന് മൊത്തം കൊടുക്കുന്ന കാര്യം അത് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 90% അത് അമ്മമാർക്ക് സ്വന്തമായിട്ട് അക്കൗണ്ട് ഇല്ല. അതൊരു ഭയങ്കര നോബൽ കോസിന് വേണ്ടി നമ്മുടെ ഒരു ലക്ഷറിയെ നമ്മൾ ചെറുതായിട്ട് ഒന്ന് കട്ട് ഷോട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം വളരെ വലുതാണ്. ഇപ്പം ഞാനിപ്പോൾ ആലോചിക്കുന്നത് എൻ്റെ ഇപ്പോഴത്തെ ഒരു കോർപ്പറേറ്റ് ഇതനുസരിച്ച് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ മാത്രം പോകേണ്ട വ്യക്തിയാണ്. വേണമെങ്കിൽ ചാർട്ടേഡ് ഫ്ലൈറ്റ് എടുത്ത് പോകാൻ പറ്റും. പക്ഷേ എൻ്റെ ആ ഒരു ലക്ഷറി കട്ടിങ്ങിന് ഇപ്പം ബിസിനസ് ക്ലാസ്സും ഫസ്റ്റ് ക്ലാസ്സും തമ്മിലുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ. ആ പണം കൊണ്ട് എത്ര ഞങ്ങളിപ്പോൾ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്സും പലതും എഡ്യൂക്കേഷൻ മേഖലയിൽ ഒരുപാട് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ആലോചിക്കുന്നത് ഞാൻ എൻ്റെ ഒരു ചെറിയ സാധനം കുറയ്ക്കുമ്പോൾ എഡ്യൂക്കേഷൻ മേഖലയിൽ എത്ര നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ചെയ്യുന്നതൊന്നും കമ്പനിക്ക് ഒരു ബാധ്യതയോ ഒന്നുമല്ല, ക്ലയൻസിനൊരു ബാധ്യതയല്ല. എൻ്റെ ഒരു ലക്ഷറി ഞാൻ കട്ട് ചെയ്യുന്നു. ഞാൻ അങ്ങനെ കാണുന്നുള്ളൂ. കാര്യം ഫ്ലൈറ്റിനകത്ത് ഞാൻ ഒരിക്കലും ലക്ഷറി കാണിക്കാനല്ല പോകുന്നത്. ഞാൻ ഫ്ലൈറ്റിൽ കയറി അന്നേരം എൻ്റെ എഴുത്ത് തുടങ്ങും. എനിക്ക് ഏറ്റവും പീസ്ഫുള്ളായിട്ട് ഇരുന്ന് വർക്ക് ചെയ്യാവുന്ന ഇത് എക്കണോമിക് ക്ലാസ്സിലെ ആ സീറ്റാണ്. അത് കറക്റ്റ് സീറ്റിംഗ് പൊസിഷനാണ്. അവിടെ ഇരുന്നുകൊണ്ട് ഒരു ശല്യമില്ല. അവിടെ ഇരുന്നുകൊണ്ട് അങ്ങ് എഴുതിയാൽ മതി. അത് ബിസിനസ് ക്ലാസ്സിൽ പോയി ചെയ്താൽ പോലും ഉറങ്ങാനേ പറ്റത്തുള്ളൂ. അവിടെ ഇരുന്നുകൊണ്ട് എഴുതുന്നതിനൊരു കംഫർട്ടബിലിറ്റി നമുക്ക് ലക്ഷറി ആയി പോയി. നമുക്ക് സീറ്റ് നമ്മുടെ സ്കൂൾ ലെവലിൽ ഇരുന്ന് നമ്മൾ ഇരിക്കുന്ന പൊസിഷനില്ലേ, നമ്മുടെ ബോഡി അതിനാണ് ട്യൂൺഡ് ആക്കുന്നത്. എൻ്റെ മിക്കവാറും എല്ലാ പ്രോജക്ട്സും ഞാൻ ലൈഫിൽ എഴുതിയേക്കുന്നത് ഫ്ലൈറ്റിനകത്ത് ഇരുന്നിട്ടാണ്. അപ്പം എനിക്കതുകൊണ്ട് ഒരിക്കലും ഫ്ലൈറ്റ് യാത്ര ഒരു വിരസത അനുഭവിച്ചിട്ടേ ഇല്ല. ഞാൻ കയറുന്ന അറിയാം, ഇറങ്ങി എന്നെ ഫ്ലൈറ്റിൽ നിരീക്ഷിക്കുന്ന ഒരുപാട് പേരുണ്ടാകും. അവർക്കൊക്കെ കണ്ടിട്ടുണ്ടാകും. ഞാൻ കയറി കഴിഞ്ഞാൽ എന്തെങ്കിലും പരിപാടിയിലേക്ക് അങ്ങ് കയറും. ഫ്ലൈറ്റിൻ്റെ ക്യാപ്റ്റൻ്റെ അനൗൺസ്മെൻറ്റ് വരുമ്പോഴാണ് നമ്മൾ ഇതിൽ നിന്ന് മാറുന്നത്. അതുവരെ ഒറ്റ മോഡിലിരുന്ന് ചെയ്തു. ഇപ്പം തന്നെ അതുപോലെ തന്നെ നമ്മുടെ കുറേ കുട്ടികളെ സ്കൂളുകളെ അല്ലെങ്കിൽ കോളേജുകളെ കണക്ട് ചെയ്ത് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടല്ലോ. അത് എന്താണ് അതിൻ്റെ കറക്റ്റ് ഉള്ളത്? അല്ല, അത് ഞങ്ങളുടെ അടുത്ത വിഷണറി പ്രോജക്റ്റാണ്. അതായത് എഡ്യൂക്കേഷൻ സെക്ടറിനെ കംപ്ലീറ്റ്ലി റീവാമ്പ് ചെയ്യണം. കാര്യം നമ്മുടെ ലൈഫിലെ ഇൻഡസ്ട്രിക്ക് തന്നെയുള്ള ഏറ്റവും വലിയ ദുരിതം എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ ഡാമേജുകൾ ഫ്രഷേഴ്സായിട്ട് വരുന്ന ആൾക്കാർ ചെയ്യുന്ന ഡാമേജാണ്. അതായത് നമ്മളെല്ലാം ലൈഫിലെ ഫസ്റ്റ് കപ്പിൾ ഓഫ് ഇയേഴ്സിൽ ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഡാമേജ് പേ ചെയ്തേക്കുന്ന മൊത്തം ആ എംപ്ലോയറാണ്. എന്നിട്ട് നമ്മുടെ ഇൻഎക്സ്പീരിയൻസ്, ഇഗ്നറൻസ്, നെഗ്ലിജൻസ് എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു പീരീഡാണ് ആ സമയം. കമ്പനികൾക്കൊന്നും ഇത് ട്രെയിൻ ചെയ്ത് തരാനുള്ള ഒരു സിസ്റ്റമോ സമയമൊന്നുമില്ല. അപ്പം നമ്മൾ ഒന്നും അറിയാതെ കയറി വരുന്നു. ഇതെല്ലാം ഓരോ കമ്പനിയും ഓരോ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്.
അപ്പം നമ്മൾ ആലോചിക്കേണ്ടത് ഈ ഇവിടെ വന്ന് പ്രവർത്തിക്കേണ്ട കാര്യങ്ങളുടെ അടിസ്ഥാന കാര്യങ്ങളെങ്കിലും ഇൻഡസ്ട്രിയിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നുള്ള കാര്യമെങ്കിലും ഇതിന് മുമ്പുള്ള ഒരു അക്കാഡമിക്സിനകത്ത് ഒരു 19,000 മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ട് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക. അത് പറഞ്ഞാൽ എന്തിനാണ് പിന്നെ ഈ 50,000 മണിക്കൂർ സ്പെൻഡ് ചെയ്തത്? നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ബ്രെയിനായിട്ട് പഠിക്കാവുന്ന, ബ്രെയിൻ നന്നായിട്ട് ഫങ്ഷൻ ചെയ്യുന്ന ഒരു 50,000 മണിക്കൂർ സമയം, അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ, നിങ്ങളുടെ എഫേർട്ട്, ടെൻഷൻ, എത്ര പിള്ളേരാണ് പരീക്ഷയുടെ പേരിൽ ആത്മഹത്യ ചെയ്തേക്കുന്നത്, ഇതെല്ലാം കൂടെ ചെയ്തിട്ട് അവസാനം ഇൻഡസ്ട്രിയിൽ വന്നിട്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള എന്താ കാരണം എന്ന് അന്വേഷിച്ചാൽ. കാര്യം അക്കാഡമിഷ്യൻസിന് ഇൻഡസ്ട്രിയായിട്ട് ഒരു ബന്ധമില്ല, ഇൻഡസ്ട്രിക്ക് അക്കാഡമിക്സിൽ പോയി ചെന്ന് പഠിപ്പിക്കാനുള്ള മാർഗ്ഗമില്ല. അപ്പം നല്ല സുഖമാന്മാരായ അക്കാഡമിഷ്യൻസ് ഏതോ കാലത്ത് പഠിച്ച ഒരു പുസ്തകം പഠിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് ഛർദ്ദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇൻഡസ്ട്രി അവിടെ ഓരോ ദിവസം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇൻഡസ്ട്രിയെ കുറിച്ച് ഒരു ധാരണയില്ലാതെ ബ്ലൈൻഡ് കനോട്ട് ലീഡ് അനദർ ബ്ലൈൻഡ് എന്നുള്ളൊരു പോളിസിയാണ്. ഇപ്പോൾ ഇതാണ് സിസ്റ്റം. അപ്പോൾ ഇത് മാറണമെങ്കിൽ, ഇൻഡസ്ട്രി നന്നാവണമെന്നുണ്ടെങ്കിൽ ഈ അക്കാഡമിക്സ് ഇൻഡസ്ട്രി ആയിട്ടുള്ള ഗ്യാപ്പ് കുറയണം. ഇപ്പം ഞങ്ങൾ അതിനുവേണ്ടി അത് ഇൻഡസ്ട്രി ഒരു യൂണിവേഴ്സിറ്റി ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തു. ഇൻഡസ്ട്രിക്ക് അത് ട്രെയിനിങ് സിസ്റ്റം നമ്മൾ കൊണ്ടുവന്നിട്ട്, കാര്യം ഇൻഡസ്ട്രി എന്തുകൊണ്ടാണ് അക്കാഡമിക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇൻഡസ്ട്രിക്ക് സ്വന്തമായിട്ട് അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. ചെറിയ ഷോർട്ട് ടൈം കോഴ്സ് ഉണ്ടെന്നല്ലാതെ റെഗുലറായിട്ട് അക്കാഡമിക്സിലുള്ളതുപോലെ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് വന്നിട്ട് ഡിഗ്രി, ഡിപ്ലോമ എല്ലാം കൊടുക്കുന്ന ഒരു സംവിധാനം ഇൻഡസ്ട്രിക്കില്ല. നമ്മൾ പിന്നെ ആകെ ഈ അക്കാഡമിക്സിൻ്റെ നോക്കുന്ന വെച്ചാൽ ഒരു എംപ്ലോയിയെ ഇൻ്റർവ്യൂവിന് വിളിക്കുമ്പോൾ മാത്രം നിന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കുന്ന ഒരു സാധനമേ ഉള്ളൂ. അത് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക് ആണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇൻ്റർവ്യൂ ശരിയല്ലെങ്കിൽ നിങ്ങളെ എടുക്കത്തില്ല. ഇനി നിങ്ങളെ എടുത്തു കഴിഞ്ഞാൽ അന്ന് തൊട്ട് നിങ്ങളുടെ മാർക്കിന് യൂണിവേഴ്സിറ്റിക്ക് ഒന്നും യാതൊരു സ്ഥാനമില്ല. നിങ്ങളുടെ പെർഫോമൻസിന് മാത്രമേ ഉള്ള കമ്പനിയിൽ കാര്യം, മനസ്സിലല്ലേ? നിങ്ങൾ ഇനി ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാതെ അവിടെ വന്നാലും നിങ്ങളുടെ പെർഫോമൻസ് ഗംഭീരമാക്കി നിങ്ങൾ നാളെ CEO ആയി മാറും, മനസ്സിലായില്ലേ? അതാണ് ഇൻഡസ്ട്രി. അപ്പം ഞങ്ങളതിന് പാരലൽ എഡ്യൂക്കേഷൻ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യണം, ഒരു സപ്ലിമെൻ്ററി എഡ്യൂക്കേഷൻ സിസ്റ്റം. അതായത് അല്ലാതെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അക്കാഡമിക്സ് സമ്മതിക്കത്തില്ല. അപ്പം ഞാൻ സിനിമയിൽ നിന്ന് കിട്ടിയേക്കുന്ന എൻ്റെ നോളജ് വെച്ചുകൊണ്ട് ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് ഇൻഡസ്ട്രിയിൽ ഞങ്ങൾ എഫിസ് എന്ന് പറഞ്ഞ എഫിഷ്യൻസി കൂട്ടുന്നൊരു സിസ്റ്റം ഉണ്ടാക്കി. സിനിമയിൽ നിന്ന് എങ്ങനെ, അതായത് ഒരു 100-200 പേജിൻ്റെ ഒരു സ്ക്രിപ്റ്റ് എനിക്ക് നിങ്ങളുടെ തലയ്ക്കകത്തേക്ക് ഒരു സിനിമ വഴി കയറ്റാൻ 3 മണിക്കൂർ മതി. കറക്റ്റ്, മനസ്സിലായില്ലേ? അപ്പോൾ ടൈറ്റാനിക് എന്നൊക്കെ പറഞ്ഞാൽ അതല്ലേ? അപ്പോൾ അതേ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് വളരെ കുറഞ്ഞ സമയത്തിൽ നിങ്ങൾ ഇന്ന് അക്കാഡമിക്സിൽ 50,000 മണിക്കൂർ പഠിക്കുന്ന കാര്യങ്ങൾ എനിക്ക് നിങ്ങളെ തലയിൽ കയറ്റാൻ ചിലപ്പോൾ 1000 മണിക്കൂർ പോലും വേണ്ട. അതുതന്നെ നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ പഠിക്കേണ്ടത്. ഇൻഡസ്ട്രിയിൽ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ. അപ്പോൾ ISO സിസ്റ്റത്തിൽ ഇൻഡസ്ട്രി നടക്കുന്നത്, ഈ ISO അവിടെ പഠിപ്പിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ഓരോ മണിക്കൂറും ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതിന് ആപ്ലിക്കേഷൻ ഇല്ലെങ്കിൽ A+B² ആപ്ലിക്കേഷൻ ഇല്ല എന്നെങ്കിൽ നിങ്ങളത് പഠിക്കാൻ പോകരുത്. അപ്പോൾ നിങ്ങളുടെ കരിയർ ഡിസൈൻ കറക്റ്റ് ആണെങ്കിൽ ഞാൻ എവിടെയാണ് പോകേണ്ടതെന്ന് അറിയത്തുള്ളൂ. അങ്ങനെ വരുമ്പോഴേ ഡോക്ടറാകാൻ പോകുന്ന വ്യക്തി സൈൻ തീറ്റയും കോസ് തീറ്റയും പഠിക്കാതിരിക്കത്തുള്ളൂ, മനസ്സിലായില്ലേ? അപ്പം കരിയർ ഡിസൈൻ കറക്റ്റ് ആവാൻ വേണ്ടി ഞങ്ങൾ അക്കാഡമിക് രംഗങ്ങളിൽ നിന്ന്, അത് സ്കൂൾ ലെവലിൽ നിന്ന്, സെക്കൻഡറി, പ്രൈമറി, സെക്കൻഡറി, അത് കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി ലെവലിൽ ഓരോ സ്ഥലത്തും നമ്മുടെ ടെസ്റ്റിംഗ് ഇതിൻ്റെ നടക്കുകയാണ്. ഈവൻ ഞങ്ങളുടെ എംപ്ലോയീസിൻ്റെ കുട്ടികളിൽ ഇതിൻ്റെ ടെസ്റ്റിംഗ് നടന്നു. കഴിഞ്ഞ 2 വർഷം ആ പ്രോസസ്സായിരുന്നു. അവരുടെ കരിയർ ഡിസൈൻ അതായിരുന്നു സ്റ്റാർട്ടിങ്. അവരുടെ കരിയർ ഡിസൈൻ്റെ മൊത്തം ഞാൻ നേരിട്ടാണ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ അട്ടപ്പാടിയിൽ ഒരു ട്രൈബൽ സ്കൂളിൽ നമ്മൾ ചെയ്യുന്നത്. കാര്യം ഒരു ട്രൈബൽ സ്കൂളിൽ നമുക്കിത് ടെസ്റ്റ് ചെയ്ത് പരീക്ഷിച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏത് സ്കൂളിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇതെല്ലാം വിജയകരമായിട്ട് പോവുകയാണ്. ഇപ്പോൾ ഇന്ന് ഞങ്ങളുടെ എംപ്ലോയീസിൻ്റെ ഓരോ കുട്ടിക്കും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അറിയും, മനസ്സിലായില്ലേ? അവർക്ക് അവരുടെ വഴി ഏത് ഡയറക്ഷനിൽ പോകണമെന്ന് ആരോട് ചോദിക്കണ്ട. അവരൊക്കെ പലപ്പോഴും സ്കൂളിൽ എനിക്ക് തന്നെ സംശയമുള്ളത്, ക്ലാസ്സിൽ പോകുമ്പോൾ അധ്യാപകരോട് ബഹുമാനം ഉണ്ടാകുമെന്ന് തോന്നുന്നു. കാര്യം അവരെക്കാളും അപ്ഡേറ്റഡ് ആണ് അവർ സ്വയം. അവരുടെ ഇപ്പം ഇന്ന് ക്ലാസ്സിൽ പോകുന്നത് അവർ നേരത്തെ പ്രിപ്പയർ ചെയ്ത് പോകുന്ന രീതിയിലേക്ക് ആയിക്കഴിഞ്ഞു. കാര്യം അവർക്കറിയാം എങ്ങനെയാണ് AI ഉപയോഗിച്ചിട്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് ടീച്ചറിനേക്കാളും ഒരു സ്റ്റെപ്പ് അപ്പുറത്ത് പോകേണ്ടതെന്ന്. പല കുട്ടികൾക്കും പ്രശ്നമായി. അവിടെ ചെന്ന് ടീച്ചേഴ്സിൻ്റെ ചോദിച്ചു, ടീച്ചർ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ടീച്ചർ ജപജപാന്നായി, മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടായിരുന്നു. അത് പറയുമ്പോൾ എനിക്ക് വേറൊരു കാര്യം ഓർമ്മ. ഈ കൊറോണ ടൈമിൽ പിന്നെ ഓഫ് സ്കൂളിൽ നിന്ന് എല്ലാം മാറുകയാണല്ലോ. അപ്പോൾ ഓൺലൈനിലോട്ട് പഠിപ്പിക്കണമെന്ന് പറഞ്ഞാൽ പല അധ്യാപകരും അതിൽ നിന്ന് ഔട്ടായി പോയി. എന്ന് പറഞ്ഞാൽ അവർക്ക് അതിനോടുള്ള ആ എഡ്യൂക്കേഷൻ സിസ്റ്റത്തോട് അവർ, അതാ പറഞ്ഞ ഇപ്പോഴത്തെ സിസ്റ്റത്തിൽ എൻ്റെ ഒരു പ്രഡിക്ഷനിൽ ഒരു 5 വർഷത്തിനപ്പുറം കുട്ടികൾ സ്കൂളിൽ പോകാൻ മനസ്സ് കാണിക്കില്ല. അതിനപ്പുറത്തേക്ക് അതിന് മുമ്പേ പോകും. കാര്യം മെറ്റാ ക്ലാസ്സസ് വരികയാണ്. എല്ലാ കുട്ടികളുടെ കയ്യിലും മെറ്റാ ക്ലാസ് വരുന്ന ദിവസം അവർ പറയും വൈ വി നീഡ് ടു. കാര്യം അവർ വേറെ വേൾഡിലേക്ക് ഇമ്മേഴ്സ്ഡ് ആയി പോവുകയാണ്. അവിടെ ഏറ്റവും ബെസ്റ്റ് AI ടീച്ചേഴ്സ് വന്ന് ഫ്രണ്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാരക്ടർ എന്താണെന്ന് അനലൈസ് ചെയ്തിട്ട് നിങ്ങളുടെ കരിയർ ഡിസൈൻ അത് തന്നെ നടത്തിയിട്ട് നിങ്ങൾ ഒരു ക്ലാസ്സിൽ 50 കുട്ടികൾ 50 ഡയറക്ഷൻ പോകേണ്ടവരാണ്, 50 ഡിഫറെൻറ്റ് സിലബസ് വേണ്ടവരാണ്. AI ഓൾറെഡി നിങ്ങളുടെ സാധനം ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്യുന്നു, നിങ്ങൾക്ക് സിലബസ് ഉണ്ടാക്കുന്നു, അതിനുള്ള കറക്റ്റ് ട്രെയിനർ വരുന്നു. അല്ലാതെ ഒരു BEd ഡിഗ്രി
കൊണ്ടിട്ട് ഏത് തൊട്ടിച്ചാടിക്കും വന്നിട്ട് അധ്യാപകനാകാന്നുള്ള സിസ്റ്റത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് മനസ്സിലാകണം. മനസ്സിലായില്ലേ? കാശ് കൊടുത്തു കഴിഞ്ഞാൽ ഏത് വ്യക്തിക്കും അധ്യാപകനാകാം. ഈ സിസ്റ്റത്തിലാണ് ഞാൻ എൻ്റെ പിള്ളേരെ പഠിപ്പിക്കാൻ അയക്കേണ്ടത്. അതൊക്കെ മാറും. ആ സിസ്റ്റമാണ് നമ്മൾ കൊണ്ടുവരുന്നത്. കാര്യം ഇവർ ഈ വേസ്റ്റ് ആൾക്കാർ വന്ന് പഠിപ്പിക്കുന്ന വ്യക്തികളും വേസ്റ്റായിട്ട് മാറും. ആ വേസ്റ്റിനെ താങ്ങേണ്ടത് ഇൻഡസ്ട്രിയാണ്. അത് നമുക്ക് പറ്റില്ല. നമുക്ക് എംപ്ലോയീസിന് ഇനി നഷ്ടം ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പാരലൽ സിസ്റ്റം ക്രിയേറ്റ് ചെയ്തതും സക്സസ്ഫുൾ ആയി പോകുന്നതും. ഓരോ കുട്ടികളിലുള്ള 100 ക്യാരക്ടർ ഡെഫിഷ്യൻസീസിനെ ഐഡന്റിഫൈ ചെയ്ത് 5 വർഷം മതി നമുക്കൊരു അത്യാവശ്യം ക്യാരക്ടർ ഡെഫിഷ്യൻസി കറക്റ്റ് ചെയ്തെടുക്കാൻ. അതിന് ഈ 50,000 മണിക്കൂറിൽ കുറച്ച് സമയം നമ്മൾ മാറ്റി വെച്ചാൽ മതി. ഇന്ന് ഞങ്ങളുടെയൊക്കെ എംപ്ലോയീസിൻ്റെ ഒരു കുട്ടിക്ക് നമ്മുടെ ലൈഫിൽ നമുക്ക് ഏറ്റവും ആവശ്യം പഠിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് കുക്കിങ്. അതായത് നമ്മൾ ഏറ്റവും 3 നേരം നമ്മൾ കഴിക്കുന്നില്ല, 4 നേരം കഴിക്കുന്നതാണ്. ഈ നമ്മൾ കഴിക്കുന്ന ഏറ്റവും മികച്ച ഫുഡ് ഏത്? അമ്മ ഉണ്ടാക്കുന്ന ഫുഡ്. അതുകൊണ്ടല്ലോ നമ്മൾ എവിടെ പോയാലും അമ്മയുടെ ഫുഡ് അന്വേഷിച്ച് വരും. ഈ അമ്മയുടെ ഫുഡ് ആര് പഠിപ്പിക്കണം? അമ്മ തന്നെ പഠിപ്പിക്കണം. അതിന് നമ്മൾ ഈ കുട്ടികളോടൊന്ന് പറഞ്ഞാൽ മതി, ഒരു അസൈൻമെൻ്റായിട്ട് കൊടുത്ത്. ഇന്ന് ഞങ്ങളുടെ എല്ലാ എംപ്ലോയീസിൻ്റെയും കുട്ടികൾ 25 ഡിഷ് ഉണ്ടാക്കും. അവർ പഠിച്ചേക്കുന്ന അമ്മമാരുടെ കയ്യിൽ നിന്നാണ്. അതേ ടേസ്റ്റിൽ അവരുണ്ടാക്കുന്ന സർട്ടിഫിക്കറ്റ് എടുക്കുന്ന അമ്മമാരാണ്. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് ഇവരെ പഠിപ്പിച്ചിരിക്കേണ്ടത്. കാര്യം സ്കൂളിൽ പഠിക്കുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ അച്ഛൻ്റെയും അമ്മയുടെയും നമ്മുടെ വീട്ടിലാണ് അവിടെ കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. അവർക്ക് മെൻറ്റേഴ്സിനെ സ്കൂളിൽ പോകാതെ തന്നെ കിട്ടേണ്ട ഒരു സ്റ്റേജ് ഉണ്ട്. ഇന്ന് ChatGPT പറഞ്ഞു തരുന്നതിൻ്റെ അത്രയും, അല്ലെങ്കിൽ ഗ്രോക്ക് പറഞ്ഞു തരുന്നത് പോലെയോ ജെമിനി പറഞ്ഞു തരുന്ന പോലെയും ക്ലിയറായിട്ട് ഏത് അധ്യാപനം പറഞ്ഞു തരാൻ പറ്റുന്നത്? കറക്റ്റാണ്. പിന്നെ എൻ്റെ ചോദ്യം, പിന്നെ എന്തിനാണ് കുട്ടികൾ അവിടെ പോയിട്ട് ഈ പൈസ കൊടുത്ത അധ്യാപകരായവരെ മുന്നിൽ പോയി അവരുടെ ലൈഫ് വേസ്റ്റ് ആക്കുന്നതെന്നാണ് എൻ്റെ ചോദ്യം. കാര്യം ഇൻഡസ്ട്രിക്ക് വേണ്ടത് ഒന്നും അവർക്ക് പഠിപ്പിക്കാൻ പറ്റത്തില്ല. അവർക്ക് അറിയില്ല. IS അറിയാത്ത മാഷന്മാരെ പിള്ളേരെ സൃഷ്ടിച്ച് വിട്ടാൽ ഞങ്ങൾ ഇത് അനുഭവിക്കേണ്ട ഇൻഡസ്ട്രിയാണ്. നമുക്ക് പറ്റില്ല. ഇത് നമ്മുടെ ഏറ്റവും വലിയ തലവേദന അതാണ്. തീർച്ചയായിട്ടും അത് ഐഡന്റിഫൈ ചെയ്ത് അതിനെ ട്രെയിൻ ചെയ്ത് കൊണ്ടുപോകും. അവരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അവരെ ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കേണ്ടത് നേരത്തെ അവരുടെ ഇൻഡസ്ട്രി കണ്ടെത്തണം. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ കുട്ടികളടുത്തും പറയുന്നത്, നിങ്ങൾ ദിവസം ഈ ട്യൂഷനൊക്കെ പോകുന്ന ട്യൂഷനൊക്കെ എടുത്തുകളാ. കാര്യം ഞങ്ങളിപ്പോൾ എംബൈബ് സിസ്റ്റം കൊണ്ടുവന്ന് സെക്കൻഡറി എഡ്യൂക്കേഷന് വേണ്ടി റിലയൻസ് ഡെവലപ്പ് ചെയ്ത സാധനമാണ്. ഈ അധ്യാപകർ ഇപ്പോൾ അതായത് CBSE സ്കൂളിലെ കുട്ടികൾ 1 വർഷം മുഴുവൻ പഠിപ്പിക്കുന്ന സാധനം എംബൈബ് സിസ്റ്റത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ ഒരാഴ്ച മതി. എന്തിനാണ് ഇത്ര സമയം കളയുന്നത്? ഞങ്ങളിത് സ്കൂളിൽ ഡെമോൺസ്ട്രേഷൻ കാണിച്ചു കഴിഞ്ഞപ്പം അധ്യാപകരൊക്കെ ഇരുന്ന് ഉരുകുകയാണ്. കാര്യം ഒരു അധ്യാപകനും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റാത്ത കാര്യം വെറും 5 മിനിറ്റിൽ എംബൈബിൻ്റെ ഒരു സിസ്റ്റത്തിൽ 3Dയിൽ സാധനം കാണിച്ച് കഴിയുമ്പോഴത്തേക്ക് പിള്ളേരെ ഞെട്ടിപ്പോവുകയാണ്. ഈ ഇമേജ് ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവർക്ക് മനസ്സിലാവും ഈ സാധനം. ഒരു അധ്യാപകനെ അതേപോലെ പഠിപ്പിക്കാൻ പറ്റില്ല. ഇതൊന്നും അപ്ഡേറ്റ് ചെയ്ത് ഇങ്ങനെ സിസ്റ്റം ഉണ്ടെന്ന് പോലും അധ്യാപകർക്ക് അറിയില്ല. ഇത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്. അധ്യാപകരില്ല. അവർ ഒരു ദിവസം ഈ സീരിയൽ കാണുന്ന സമയം പോലും അവർ അവരുടെ നോളജ് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി കളയുന്നില്ല. 98% അധ്യാപകരുടെ അവസ്ഥ. ഞാൻ എല്ലാവരും തീർത്ത് പറയുന്നില്ല. നല്ല ടാലന്റും പാഷനും ഉള്ളവർ എല്ലാ ഫീൽഡിലും ഉണ്ട്, അധ്യാപകരുടെ കൂട്ടത്തിലുണ്ട്. പക്ഷേ ബഹുഭൂരിപക്ഷവും ഇപ്പോഴും പഴയതാണ്. അതിനുള്ള വിക്ടിംസ് ആണ്. എൻ്റെ മോളടക്കം ഞാൻ പറയാം, ഞാൻ ഇത്രയും ആവേശത്തോടെ പറയാൻ കാര്യം, എനിക്ക് ഇരട്ടക്കുട്ടികളാണ്. ഞാൻ ഇവരെ 2 പേരെ ഏറ്റവും മികച്ച സ്കൂൾസിലും കോളേജിലുമാണ് അയച്ചത്. എനിക്ക് അന്ന് ഇത്രയും ഇത്തിരി കൂടെ ബോധം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആലോചിച്ചു പോവാണ്. ഞാൻ വിചാരിച്ച സ്കൂളിൽ കൊടുത്തു കഴിഞ്ഞാൽ നല്ല സ്കൂൾ കൊടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു അന്നത്തെ ഒരു ചിന്ത. മാസ്റ്റേഴ്സ്, ഇൻ്റഗ്രേറ്റഡ് മാസ്റ്റേഴ്സും കഴിഞ്ഞ് നേവൽ ആർട്ടിച്ചറിൽ ഞാൻ ഡിഗ്രി വരെ നേവൽ ആർട്ടിച്ചർ ചെയ്തിട്ടുള്ളൂ. അവർ മാസ്റ്റേഴ്സും കഴിഞ്ഞിട്ട് സൗത്താംപ്ടണിൽ, ഇന്ത്യ ലോകത്തിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സൗത്താംപ്ടണിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞ ഒരു മോള് പറയുകയാണ്, ഇത് എൻ്റെ ഫീൽഡല്ല എന്ന്. ആര് റെസ്പോൺസിബിൾ? ഹൂ ഇസ് ദ ലൂസർ? എത്ര പണം ചിലവഴിച്ചു, എത്ര സമയം ചിലവഴിച്ചു, എത്ര എഫേർട്ട് ഇട്ടു ആ കുട്ടി. അത്രയും വർഷം കഴിയുമ്പോഴാണ് തിരിച്ചറിയുന്നത് ഇതെൻ്റെ ഫീൽഡല്ല എന്ന്. അപ്പോൾ ആരാണ് ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി? ഞാൻ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നത്. പക്ഷേ ടീച്ചേഴ്സ് ഏറ്റെടുക്കണ്ടേ? ഒരു ടീച്ചറും വിളിച്ച് ചോദിച്ചില്ല, മോളെ നീ എവിടെ വരെ എത്തി, നീ നിൻ്റെ പ്രൊഫഷൻ തന്നെ അന്വേഷിച്ചിട്ടില്ല, നിനക്ക് ജോലി കിട്ടിയോ, നിനക്ക് ജോലി. അവർക്ക് കിട്ടാനുള്ള അധ്യാപകർക്കെല്ലാം ശമ്പളം കൃത്യമായിട്ട് കിട്ടി, യൂണിവേഴ്സിറ്റിക്ക് എല്ലാം കിട്ടാനുള്ള ഫീസ് കിട്ടി, അവർക്ക് ലാഭമുള്ളത് അവർ ഇൻവെസ്റ്റേഴ്സ് എല്ലാം കൊണ്ടുപോയി. ഇവരാരും തിരിഞ്ഞു നോക്കിയില്ല. ഞാനാണ് അവസാനം ആ മോൾക്ക് വേണ്ട സപ്പോർട്ട് കൊടുത്ത് അതിന് ഇഷ്ടമുള്ള വേറെ ഫീൽഡ് കണ്ടെത്തി എല്ലാം സപ്പോർട്ട് ചെയ്യാൻ അവസാനം പേരൻസ് മാത്രമേ ഉള്ളൂ. സോ ഇതാണ് മിക്കവാറും എല്ലാ പേരൻസിൻ്റെ അവസ്ഥ. ഇപ്പോൾ എന്നെ പോലെ എല്ലാ പേരൻസിനും ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അത് പിന്നെ അവർ പോയിട്ട് ഏതെങ്കിലും ജോബിന് കയറും, അവിടെ ടോട്ടലി അൺഹാപ്പി ആയിരിക്കും.
അൺഹാപ്പി ഒരു എംപ്ലോയിയിൽ നിന്ന് എന്ത് ഔട്ട്പുട്ടാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഈ ലോകത്തിലുള്ള എല്ലാ സ്ഥാപനങ്ങളും അമ്പൂട്ടി പോകുന്നതിൻ്റെ പകുതി സാധനം അവിടുത്തെ എംപ്ലോയീസിന് വലിയ താല്പര്യമില്ല, ജോബിനോട് താല്പര്യമില്ല. കാര്യം അവൻ വന്ന് പെട്ടേക്കുന്ന ഇതുപോലുള്ള സ്ഥലത്താണ്. കറക്റ്റ്. അവൻ പാഷനേറ്റ് ആയിട്ട് ആ ഫീൽഡിന് എടുത്താൽ മാത്രമേ അത് സക്സസ് ആവൂ. കാരണം ആ സ്ഥാപനം മുന്നോട്ട് പോകണമെങ്കിൽ അവന് ഇൻട്രസ്റ്റ് വേണം. അത് സ്വാഭാവികമായിട്ടും അത്രയും പാഷനേറ്റ് ആയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ അവന് 100% അവിടെ അർപ്പിക്കാൻ കഴിയുള്ളൂ. മറ്റത് എനിക്കൊരു ജോബ് കിട്ടണം, ആ ജോബിന് വേണ്ടി പഠിച്ചു, ജോബ് കിട്ടി, പിന്നെ ഹാപ്പി, ശമ്പളം കിട്ടിയാൽ മതി. അപ്പോൾ ഇത് മാറ്റാനായിട്ട് നമ്മൾ ഇപ്പോൾ അതിനു വേണ്ടിയുള്ള ഞങ്ങൾ iVarsity സ്റ്റാർട്ട് ചെയ്തു. ഏപ്രിൽ 1-ാം തീയതി ആദ്യത്തെ കരിയർ ഡിസൈന് വേണ്ടിയുള്ള അതായത് എൻ്റെ നാട്ടിൽ 5000 കുട്ടികളെ കരിയർ ഡിസൈൻ ചെയ്യാനുള്ള സംവിധാനമാണ് ഇപ്പോൾ. അതെല്ലാം തിയേറ്റർ ബേസ്, അധ്യാപകരെ ഇല്ല, എല്ലാം അവരെ പഠിപ്പിക്കാനുള്ളതിൽ ഞാൻ ക്ലാസ് എടുക്കുന്നത് ഇവിടുന്നായിരിക്കും. മനസ്സിലായില്ല? അവർ കുട്ടികൾ വരിക, അത് 3 വയസ്സ് തൊട്ട് തുടങ്ങും. 3 വയസ്സിൽ ഉള്ള കുട്ടി വരേണ്ടത് അമ്മയോടൊപ്പം ആഴ്ച ഒരു ദിവസം വന്നാൽ മതി. അവർ അത് കഴിഞ്ഞാൽ ഓരോ ലെവൽ കഴിയുന്നതനുസരിച്ച് ആഴ്ച 2 ദിവസവും. അപ്പം ഇവരുടെ കരിയർ കറക്റ്റ് കഴിയുമ്പോഴത്തേക്ക് ഇവർ ഓരോരുത്തരും ഓരോ രീതിയിൽ അവരുടെ സിലബസ് അവരുണ്ടാക്കണം. അല്ലാതെ അവരുടെ സിലബസ് യൂണിവേഴ്സിറ്റിയും ഗവൺമെൻറ്റും എല്ലാം ഉണ്ടാക്കേണ്ടത്. ഞാൻ ജനിച്ചു വീണത് ഒരു ഡിഫറെൻറ്റ് വ്യക്തിയായിട്ടാണ്. എൻ്റെ ടാലൻറ്റ്, എൻ്റെ പാഷൻ അനുസരിച്ചിട്ട് എൻ്റെ കരിയർ ഞാൻ തീരുമാനിക്കുന്നുള്ള ഒരു അത് എങ്ങനെയായിരിക്കാം നമുക്ക് ഒരു ഇൻഡിവിജ്വൽ ഒരു കുട്ടിക്ക് ഇതിലേക്ക് ഗൈഡ് ലൈനിലേക്ക് എത്തണം? അങ്ങനെയാണെങ്കിൽ അല്ല, ഞങ്ങളിപ്പോൾ പുനലൂർ ഇത് ചെയ്തിരിക്കുന്ന മോഡലാണ്. ആ മോഡൽ ഇപ്പോൾ ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഗുണം എല്ലാവർക്കും തിരിച്ചറിഞ്ഞു തുടങ്ങുമല്ലോ. അപ്പോൾ മറ്റുള്ളവർക്ക് മറ്റു സ്ഥലത്ത് ഇതിൻ്റെ ഫോട്ടോകോപ്പി എടുത്താൽ പോരെ. പിന്നെ കാര്യം ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ സിനിമയാണ്. ഇപ്പം നിങ്ങൾ ടൈറ്റാനിക് അമേരിക്കയിൽ ഇരുന്ന് കണ്ടാലും അട്ടപ്പാടിയിൽ ഇരുന്ന് കണ്ടു കഴിഞ്ഞാലും ടൈറ്റാനിക്കിൻ്റെ കഥ മാറുമോ? ഇല്ലല്ലോ. പക്ഷേ ടൈറ്റാനിക് അട്ടപ്പാടിയിലുള്ളവൻ ഇംഗ്ലീഷ് കണ്ടാൽ അതിൻ്റെ ബുദ്ധിമുട്ടാണ്. അട്ടപ്പാടിയിലുള്ള ആൾ മദർ ടങ്ങിൽ കാണണം. എഡ്യൂക്കേഷൻ അതുപോലെയാണ് വേണ്ടത്. അത് ഇന്ന് പോസിബിൾ ആയിട്ടുള്ളത് അധ്യാപകന് ഒരു ലാംഗ്വേജിൽ എടുക്കാൻ പറ്റൂ. വേണമെങ്കിൽ നമ്മുടെ നാട്ടിലെ അധ്യാപകർക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും എടുക്കാം. ട്രെയിനിങ് കൊടുക്കേണ്ടത് മദർ ടങ്ങിലാണ്. അപ്പം ന്യൂട്ടൺസ് ലോ എന്നുള്ളത് നമുക്കൊരു 200 ലാംഗ്വേജിലെങ്കിലും മിനിമം കൊടുക്കണമെങ്കിൽ AI ബേസ്ഡ് ആയിട്ടുള്ള കണ്ടൻസ് ഉണ്ടെങ്കിലേ പറ്റൂ. സിനിമ ഡബ് ചെയ്യുന്ന പോലെ ഡബ് ചെയ്ത് ഇവരുടെ ഉള്ളിലേക്ക് കയറണം. അല്ലെങ്കിൽ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ലോസ് ഉണ്ട്. അതുകൊണ്ടാണ് ഒരുപാട് യൂറോപ്യൻ കൺട്രീസിലും ജപ്പാനിലും ഒക്കെ അവരുടെ ബേസിക് എഡ്യൂക്കേഷൻ എല്ലാം അവരുടെ മദർ ടങ്ങിലേ ചെയ്യിക്കത്തുള്ളൂ. വെറുതെ മറ്റൊരു ഭാഷ, അന്യഭാഷ ഇതല്ല. ഫിസിക്സ് ക്ലാസ് ഇരുന്നല്ല ഇംഗ്ലീഷ് പഠിക്കേണ്ടത്. ആദ്യം ആ ഒരു ബോധങ്ങളും വേണം. അവസാനം ഇംഗ്ലീഷും പഠിക്കത്തില്ല, ഫിസിക്സും പഠിക്കത്തില്ല. ഇത് നമ്മുടെ ടോട്ടലി ശരിക്കും ഇത് പലപ്പോഴും ഇതിനിങ്ങനെ വിമർശനം വന്നിട്ടുണ്ട്. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ പൊളിച്ചെഴുതേണ്ട സമയം കഴിഞ്ഞു. അബ്സല്യൂട്ട് വേസ്റ്റ് ഓഫ് ടൈം ആൻഡ് മണി. എന്താ പറയുന്നത്? ക്ലാസ്സിൽ പോയിട്ട് മിണ്ടാതെ പിള്ളേർക്ക് ശരിക്കും പറഞ്ഞാൽ പീഡന കേന്ദ്രമാണ്. കാര്യം ഒരു പാഷനും ടാലൻറ്റും ഇല്ലാത്തൊരു അധ്യാപകൻ വന്നിട്ട് ബോർഡിൽ എന്തൊക്കെയോ വരച്ചുകൊണ്ട് ഇരിക്കുന്നു. പിള്ളേർ മിണ്ടിയ ഭയങ്കര ക്രൈമാണ്. അവൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ അവനെ അവിടെ വെച്ചിട്ട് കൂട്ടാനുള്ള ഒരു മാർഗ്ഗവും ഇല്ല. അവന് ഇൻട്രസ്റ്റ് വേണ്ട. സ്കൂളിൽ പോകുന്നത് കണക്കുള്ള സാറിനെ കണ്ടു കഴിഞ്ഞാൽ പേടിക്കുന്ന പിള്ളേർ. എന്താ ഇത്? അവർക്ക് ഇൻട്രസ്റ്റ് വേണം. സ്കൂളിലേക്ക് എനിക്ക് പോകണം, രാവിലെ ത്രില്ലോടുകൂടി സ്കൂളിലേക്ക് ഞാൻ ലേറ്റ് ആവും എന്നുള്ള ഫീലോടുകൂടി പോകണം. 1 മിനിറ്റ് പോലും സ്കൂളിൻ്റെ കളയാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ പോകണം. അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറണം ക്യാമ്പസിന്. ആ സിസ്റ്റത്തെ നമുക്ക് ഉടച്ചു വാർത്താൽ ആരെ 12ാം ക്ലാസ് കഴിയുമ്പോഴും തൻ്റെ ടാലൻറ്റും പാഷൻ എന്താണെന്ന് തിരിച്ചറിയാതെ തൻ്റെ പ്രൊഫഷൻ എന്തായിരിക്കണം തിരിച്ചറിയാൻ പറ്റാത്തൊരു കുട്ടി ഏതേതോ എൻട്രൻസ് എക്സാം എഴുതുന്നു. ആരോ തീരുമാനിക്കുന്നു നീ പോയി മെക്കാനിക്കൽ എടുക്കട, നീ പോയി നേഴ്സിങ്ങിന് പോടാ. കാര്യം അവൻ്റെ മാർക്കാണ് തീരുമാനിക്കുന്നില്ല. വാട്ട് ഈസ് ദിസ്? അവൻ്റെ പാഷനോ അവൻ്റെ ഇൻട്രസ്റ്റോ ഒന്നുമല്ല. അതിനകത്ത് യാതൊരു പ്രസക്തിയില്ല. ഏതായാലും ഒരുപാട് സന്തോഷം. നമ്മൾ കമ്പനിയുടെ സ്റ്റാർട്ടിങ്ങിനെ കുറിച്ചാണ് സംസാരിച്ചു തുടങ്ങിയത്. നമ്മൾ ഒരുപാട് വിഷയങ്ങളിലേക്ക് പോയി. ഏതായാലും വളരെ സന്തോഷം. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ടോപ്പിക്കുകൾ ഇങ്ങനെ സംസാരിക്കുന്ന ഈ ഒരുപാട് തിരക്കുള്ള സമയത്തും നമുക്ക് വേണ്ടി കുറച്ച് സമയമെങ്കിലും മാറ്റിവെച്ചതിൽ സന്തോഷം.